അപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ ക്ലൈസ്ട്രോൺ പഠിച്ചു. ഇനി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ അനാലിസിസാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ വെലോസിറ്റി മോഡുലേഷൻ പ്രോസസ്സ് ഓഫ് ക്ലൈസ്ട്രോൺ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ വെലോസിറ്റി മോഡുലേഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഇലക്ട്രോൺസ് കാത്തോഡിൽ നിന്ന് വരുമ്പോൾ അത് ഏതിലാണ് പാസ് ചെയ്യണമെന്ന് പറഞ്ഞു, യൂണിഫോം വെലോസിറ്റിയിലാണ് പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ യൂണിഫോം വെലോസിറ്റിയിൽ വരുന്നത് നമ്മുടെ ബഞ്ചർ ക്യാവിറ്റി, ആ ബഞ്ചർ ഗ്രിഡ്സ് ആ ഒരു സ്പേസിൽ പോകുമ്പോഴും അതിന് ഏതാണെന്ന് പറഞ്ഞു, യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ത് വരും, V0 = √2eV0/m എന്ന് വരും അല്ലേ. നമ്മൾ നോക്കിയതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാത്തോഡിൽ നിന്ന് വരുന്നത് ഏത് വെലോസിറ്റിയിലാണെന്ന് പറഞ്ഞു, 0 വെലോസിറ്റിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഡിറൈവ് ചെയ്യാൻ തുടങ്ങുക കേട്ടോ. അപ്പോൾ മൈക്രോവേവ് സിഗ്നൽ നമ്മൾ ഇൻപുട്ട് ടെർമിനലിലേക്ക് കൊടുക്കുമ്പോൾ ഗ്യാപ്പ് വോൾട്ടേജ് അല്ലേ, അതെവിടെയാണ് അപ്പിയർ ചെയ്യുക, നമ്മുടെ ബഞ്ചർ ഗ്രിഡിലായിരിക്കും എന്ത് അപ്പിയർ ചെയ്യുണ്ടാവുക, ഗ്യാപ്പ് വോൾട്ടേജ് എന്ന് പറയണത്. അപ്പോൾ ഈ ഗ്യാപ്പ് വോൾട്ടേജും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലും, അതായത് RF ഇൻപുട്ട് സിഗ്നലും ഏകദേശം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഗ്യാപ്പ് വോൾട്ടേജിനും നമ്മൾ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണത്, VS ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പോൾ VS = എന്ത് വരും, V1 sin ωt വരും അല്ലേ. അത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ V1 എന്താണ്, ആംപ്ലിറ്റ്യൂഡാണ്. VS എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് ആണ് അല്ലേ. ഇപ്പോൾ V1 എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നലും VS എന്ന് പറഞ്ഞാൽ സപ്ലൈ വോൾട്ടേജും ആണ്. ഇതുവരെ ക്ലിയർ ആയില്ല. അടുത്തത് നമ്മൾ എന്താ പറയണമെന്ന് വെച്ചാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്, വെലോസിറ്റി മോഡുലേഷൻ ഇൻ ദ ബഞ്ചർ ക്യാവിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏത് ടേംസിലേക്കാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഐദർ ദ എൻട്രിങ് ടൈം ഓർ എക്സിറ്റിംഗ് ടൈം ആൻഡ് ദ ഗ്യാപ്പ് ട്രാൻസിറ്റ് ആംഗിൾ. ഈ 3 ടേംസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്, വെലോസിറ്റി മോഡുലേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ ടേംസിലാണ്, എൻറ്ററിങ് ടൈം, എക്സിറ്റിംഗ് ടൈം ആൻഡ് ദ ഗ്യാപ്പ് ട്രാൻസിറ്റ് ആംഗിളിലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആ ഗ്യാപ്പിലുള്ള ആവറേജ് മൈക്രോവേവ് വോൾട്ടേജസ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം, ആവറേജ് മൈക്രോവേവ് വോൾട്ടേജസ് ഇൻ ദ ബഞ്ചർ ഗ്യാപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ ടേംസ് ഓഫ് എൻട്രിങ് ടൈം, എക്സിറ്റിംഗ് ടൈം ആൻഡ് ട്രാൻസിറ്റ് ആംഗിളിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആവറേജ് ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്, ടൗ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യണത്. അവിടെ കാണിച്ചിട്ടുണ്ട്, ക്യാവിറ്റിയും അതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആവറേജ് ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്, ടൗ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടൈം = ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്നുള്ളൊരു ഫോമിൽ എടുക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, എക്സിറ്റിംഗ് ടൈം മൈനസ് എൻട്രിങ് ടൈം അല്ലേ. അപ്പോൾ T1 - T0. അപ്പോൾ ടൗ = T1 - T0 എന്ത് എഴുതാം, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി d/V0 എന്ന് എഴുതാം അല്ലേ. ഇനി ഗ്യാപ്പ് ട്രാൻസിറ്റ് ആംഗിൾ എന്ന് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, θg എന്ന് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ആംഗിൾ എന്ന് പറയുമ്പോൾ ഗ്യാപ്പ് ട്രാൻസിറ്റ് ആംഗിൾ = എന്താണ്, ω ആണ് അല്ലേ. അപ്പോൾ ω എന്ന് പറഞ്ഞാൽ ω എന്ത് വരും, T1 - T0 വരും. അപ്പോൾ ഈ T1 - T0 നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം, d/V0 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. കിട്ടിയോ എത്രയാ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു, യൂണിഫോം വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞു, VS = V1 sin ωt എന്നുള്ളൊരു ഇക്വേഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ ടൗ ഡിസ്റ്റൻസ് എടുത്തു, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി T1 - T0 ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ട്രാൻസിറ്റ് ആംഗിൾ കണ്ടുപിടിച്ചു അല്ലേ. ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമ്മൾ അതിൻ്റെ വേവ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വേവാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്, സെക്കൻഡ് വേവാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതും കൺസിഡർ ചെയ്യാം, പക്ഷേ നമ്മളൊരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു വേവ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് പാർട്ടും ഒരു നെഗറ്റീവ് പാർട്ടും. അപ്പോൾ ഈ ഒരു പാർട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. ഓക്കെ. ഇനി ആവറേജ് മൈക്രോവേവ് വോൾട്ടേജ്, ബഞ്ചർ ഗ്യാപ്പിൽ വരുന്ന മൈക്രോവേവ് വോൾട്ടേജിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്, VS = 1/τ ഇൻ്റഗ്രൽ T0 to T1 V1 sin ωt dt. ഇതാണ് അതിൻ്റെ ബേസിക് ഇക്വേഷൻ. അപ്പോൾ ആവറേജ് മൈക്രോവേവ് വോൾട്ടേജ് ബഞ്ചർ ഗ്യാപ്പിൽ എന്തായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യണത്, VS = 1/τ ഇൻ്റഗ്രൽ ഓഫ് T0 to T1 V1 sin ωt dt അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻ്റഗ്രൽ ചെയ്യാൻ പോണു. അപ്പോൾ V1 പുറത്തെടുത്തു, ബാറ്റ് ഇൻ്റഗ്രൽ sin ωt എന്താണ്, -cos ωt ആണ്. റേഞ്ച് വേരിയും ഫ്രം T0 to T1 ആണ്. അപ്പോൾ നമുക്കത് എടുത്തെഴുതുമ്പോൾ എന്ത് വരും, -V1/τ ω cos ωt പറയുമ്പോൾ എന്താ, T0 to T1 ആണ് വേരി ചെയ്യണത് അല്ലേ. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5 കിട്ടി അല്ലേ. ഇനി നമുക്കറിയാം ω × T1 - T0 എന്ന് പറയുന്നത് എന്തായിരിക്കും, T1 - T0 എന്താണ്, നമുക്കറിയാം d/V0 ആണ് അല്ലേ. അപ്പോൾ ω × T1 - T0 എന്ന് പകരം നമുക്ക് എന്ത് എഴുതാം, ω × d/V0 എന്ന് എഴുതിക്കൂടെ, നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്, ω T0 പ്ലസ്, അപ്പോൾ ആദ്യത്തെ ടേം cos of A - B
പ്ലസ് ബി എന്നൊരു ടേമിലെടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? 2 sin A sin B ആണ്. അപ്പോൾ A എന്താണെന്നറിയാം, ബി എന്താണെന്നറിയാം. അപ്പോൾ എക്കും ബിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 7 എങ്ങനെ വരും? v1 of t by t omega ഇൻറ്റു 2 sin of omega t naught പ്ലസ് തീറ്റ g by 2 ഇൻറ്റു sin തീറ്റ g by 2 എന്ന് കിട്ടും. ഇനി നമ്മൾ 2 പുറത്തെടുത്ത് എഴുതി അല്ലേ? 2 പുറത്തെടുത്ത് എഴുതി. ടൗവിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? d by v naught എന്നുള്ളൊരു ഇക്വേഷനും കൊടുത്തു. ടൗവിന് പകരം d by v naught കൊടുത്തു. ഇനി എന്നിട്ട് നമ്മൾ എന്ത് എഴുതുക? ഡി ഒമേഗ ബൈ വി നോട്ട് എന്ന് പറയുന്നത് എന്താണ്? തീറ്റ ജി ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആ 2നെ താഴ്ത്തിക്ക് കൊണ്ടുവരല്ലോ. അപ്പോൾ എന്ത് വരും? v1 ബൈ തീറ്റ ജി ബൈ 2 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് വരും. ആണോ? ഇനി നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. റീഅറേഞ്ച് ചെയ്തപ്പോൾ സെക്കൻഡ് ടേം ഫസ്റ്റിലേക്ക് എഴുതി, ഫസ്റ്റ് ടേം സെക്കൻഡിലോട്ടും എഴുതി. അപ്പോൾ v1 സൈൻ തീറ്റ ജി ബൈ 2 ഡിവൈഡഡ് ബൈ തീറ്റ ജി ബൈ 2 ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി നോട്ട് പ്ലസ് തീറ്റ ജി ബൈ. ഇനി സൈൻ തീറ്റ ജി ബൈ 2 ബൈ തീറ്റ ജി ബൈ 2നെ നമ്മൾ വിളിക്കുന്നതാണ് ബീറ്റ ഐ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ബീം കപ്ലിംഗ് കോയിഫിഷ്യൻ ഓഫ് ദ ഇൻപുട്ട് ക്യാവിറ്റി, വെർ തീറ്റ ജി ഈസ് ദ ട്രാൻസ്മിറ്റ് ആംഗിൾ ആണ്. അപ്പോൾ തീറ്റ ജി പറഞ്ഞാൽ നമുക്കറിയാം ഒമേഗ ഡി ബൈ 2 വി നോട്ട്, അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനിൽ എന്ത് മനസ്സിലാക്കാം? ഗ്യാപ്പ് ട്രാൻസിറ്റ് ആംഗിൾ കൂടുമ്പോൾ, അതായത് തീറ്റ ജി കൂടുമ്പോൾ ബീറ്റ ഐ, അതായത് കപ്ലിംഗ് കോയിഫിഷ്യൻ്റ് എന്താ ചെയ്യണത്? കുറയാണ് ചെയ്യണത്. അപ്പം വെലോസിറ്റി മോഡുലേഷനും എന്താവും? കുറയും. മനസ്സിലായോ? അപ്പോൾ ട്രാൻസിറ്റ് ആംഗിൾ കൂടുമ്പോൾ എന്ത് കുറയും? ബീം കപ്ലിംഗ് കോയിഫിഷ്യൻ്റ് കുറയും. ആൻഡ് ദ ബഞ്ചർ ക്യാവിറ്റി ദസ് എന്ത് കുറയും? വെലോസിറ്റി മോഡുലേഷനും. ഒരു ബൈനോമിയൽ എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ 1 പ്ലസ് എക്സ് ഹോൾ പവർ 1/2 എന്ന് പറയുന്നതാണ് 1 പ്ലസ് എക്സ് ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ എടുത്തൂടെ? വി നോട്ട് ഇൻറ്റു 1 പ്ലസ് എക്സ് എന്ന് പറയുന്ന ഫാക്ടർ ഏതാണ്? രണ്ടാമത്തെ ഫാക്ടർ. ഹോൾ പവർ 1/2 എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് എക്സ് ബൈ 2 ആണ്. അപ്പോൾ നമുക്കത് എടുത്തൂടെ? 1 പ്ലസ് എന്തെടുക്കാം? 1 പ്ലസ് ബീറ്റ ഐ v1 സൈൻ ഒമേഗ ടി നോട്ട് പ്ലസ് തീറ്റ ജി ബൈ 2 ഹോൾ തിങ് ഡിവൈഡഡ് ബൈ അല്ലേ? എന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? v of t1 v naught into 1 plus beta I v1 sin omega t naught minus theta g by 2. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ എന്താവും? വേരി ആവും. കൺട്രോൾ കീപ്പിംഗ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ബീം കോൺസ്റ്റൻറ്റ്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ.